വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്സിൽ അടിച്ച അണ്ടർ ഫിഫോ. നമ്മൾ മുന്നേ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്താണ് ഫിഫോ മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രൈസിങ് 3 അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് മാക്സിമം ആയിട്ട് വരാറുള്ളത്. ആ 3 അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അത് ഫിഫോയിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാണാൻ പറ്റും. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ ഹെവി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഓരോന്നും എങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രം നോക്കി പെട്ടെന്ന് മൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഇപ്പൊ ജൂൺ 1 തീയതി എന്ത് ചെയ്യുന്നു, ഇൻവെന്ററി കയ്യിലുള്ള ഇൻവെന്ററി ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ എഴുതുന്നില്ല, 1 ഡേറ്റ് ഇടുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ഇൻ ഹാൻഡ് ആവുമ്പോൾ നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകുന്നു. 500 എണ്ണ ഉള്ളത്. അപ്പൊ 500 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ എത്ര വരുന്നു, 10,000 രൂപയാണ് നമുക്ക് വരുന്നത്. സോ നെക്സ്റ്റ് ഡേ എന്താ ഇഷ്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എത്രയാണ്, 250 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 6 തീയതിയാണ് സംഭവം. നേരെ നമ്മൾ ഏത് കോളത്തിലേക്ക് പോകുന്നു, ഇഷ്യൂ കോളത്തിലേക്ക് പോകുന്നു. എത്ര കാണിക്കുന്നു, എത്രയാണോ നമുക്ക് ഉള്ളത് സ്റ്റോക്ക്, അതിൽ നിന്ന് 250 ആണ് ഇഷ്യൂ ചെയ്ത് സുഖമായിട്ട് പറ്റും. സോ 200 രൂപയാണ് പഴയ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 50,000 രൂപയാണ്. സോറി, ഇവിടെ 1,00,000 രൂപയാണ് വരിക. ക്ലിയർ ചെയ്തു. 1,00,000 രൂപ ഇവിടെ നമുക്ക് എത്ര വരുന്നു, 50,000 രൂപ വരുന്നു. ഇനി എത്ര ബാലൻസ് ഉണ്ടാവുക, 500 നിന്ന് 250 പോയി, ബാക്കി 250 ആണ് ബാലൻസ് ഉണ്ടാവുക. എത്ര രൂപ, 200 രൂപ തന്നെ ബാലൻസ്. എമൗണ്ട് എത്ര വരുന്നു, 50,000 രൂപ വരുന്നു. ഇനി തൊട്ടടുത്ത ദിവസം എന്ത് സംഭവിക്കുന്നു നോക്കാം. പർച്ചേസ് 10 തീയതി എന്ത് ചെയ്യുന്നു, പുതിയ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്ന എത്ര 100 യൂണിറ്റ് ആണ്. എത്ര രൂപയാണ്, 190. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ കാണിക്കണം എന്ന് പറഞ്ഞു, റെസിപ്റ്റ് കോളത്തിൽ കാണിക്കണം പറഞ്ഞു. 200 ഇൻറ്റു 190 എന്ന് പറയുമ്പോൾ 38,000 രൂപയാണ് നമുക്ക് വരിക. നേരെ എവിടേക്ക് പോകുന്നു, ബാലൻസ് കോളത്തിലേക്ക് പോകുന്നു. ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, നേരെ നമ്മൾ ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ ആദ്യം മുകളിലുള്ള സ്റ്റോക്ക് എത്രയാണോ അതെന്ത് ചെയ്യുന്നു, എടുത്ത് എന്ത് ചെയ്യുക, സോറി, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു. അത് എന്ത് ചെയ്യുക, താഴേക്ക് എടുത്തെഴുതുന്നു. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ദിവസം പർച്ചേസ് ചെയ്ത സ്റ്റോക്ക് എത്രയാണോ അത് തൊട്ട് താഴെ എന്ത് ചെയ്യുന്നു, കാണിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് 2 സ്റ്റോക്ക് എടുക്കുന്നതായിട്ട് കാണാം. ഇനി ഇവിടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതാ, 15 തീയതി റിട്ടേൺ ടു സ്റ്റോർ 15 യൂണിറ്റ് ഇഷ്യൂഡ് ഓൺ ജാനുവരി. നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് 6 തീയതി 250 എണ്ണം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ 250 എണ്ണത്തിൽ 15 എണ്ണം, അപ്പൊ അവർക്ക് എത്ര, 235 എണ്ണ എന്ത് ചെയ്യുമ്പോഴല്ലോ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ 15 എണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് അവരയച്ചിട്ടുണ്ട്. തിരിച്ചയക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ റെസിപ്റ്റ് കോളത്തിൽ കാണിച്ചത് അതേ രീതിയിൽ. ഇപ്പൊ 15 തീയതി എത്ര യൂണിറ്റ് ആണ് വരുന്നത്, 15 യൂണിറ്റ് വരുന്നു. എന്നാണ് റേറ്റ് എന്നുള്ളത് അതിൽ കൊടുത്തിട്ടില്ലല്ലോ. റേറ്റ് എന്നാണോ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അന്ന് റേറ്റ് ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് 200 രൂപയാണ് നമുക്ക് വരുന്നത്. 15 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ 3,000 രൂപ വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി 2 സ്റ്റോക്ക് ഉണ്ടായിരുന്നു, 250ന്റെയും അതേപോലെ ഒരു 200ന്റെയും ഉണ്ടായിരുന്നു. അത് അതേപോലെ കോപ്പി ചെയ്യുക, മീൻസ് അതേപോലെ താഴത്തേക്ക് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ദെൻ അടുത്തത് എന്താണ്, പുതിയ സ്റ്റോക്കായിട്ട് നമ്മൾ എഴുതി ഈ 15 യൂണിറ്റിനെയും കാണിക്കും. സോ അപ്പൊ അവിടെ എന്തായി, നമുക്ക് 3 സ്റ്റോക്ക് വരുന്നു. ഏതൊക്കെയാണ്, 250ന്റെ വന്നിട്ടുണ്ട്, 200ന്റെ വന്നിട്ടുണ്ട്, 15 യൂണിറ്റിന്റെയും വന്നിട്ടുണ്ട്. സോ അതാണ് 15 തീയതി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനിയോ 18 തീയതി 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോർമലി കാണിക്കുന്ന രീതിയിൽ കാണിക്കും. ഫസ്റ്റത്തെ സ്റ്റോക്ക് എത്രയുണ്ട്, 250 എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആകെ എത്രണ്ണേ ഉള്ളൂ, 180 എണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ 250 നിന്ന് 180 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. റേറ്റ് എത്രയാണ്, 200 രൂപ. അങ്ങനെ 36,000 രൂപ വരുന്നു. ദെൻ അപ്പൊ ഇനി ബാലൻസ് എത്ര വരും, 250 നിന്ന് 180 പോയിട്ടുണ്ട്. ബാലൻസ് എത്ര വരുന്നു, 70 വരുന്നു. എത്ര രൂപ, 200 രൂപ. ദെൻ 14,000 രൂപ എമൗണ്ട് ആയിട്ട് വരും. പിന്നെ തൊട്ട് താഴെ കിടക്കുന്ന 2 സ്റ്റോക്കുകൾ എന്ത് ചെയ്യാം,
നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു, തൊട്ട് താഴെ കൊണ്ടുവന്ന് എഴുതുന്നു. എത്ര വരുന്നു, 200 യൂണിറ്റിന്റെയും 10. അന്നത്തെ ദിവസം എന്ത് ചെയ്തു, നമ്മൾ ഇഷ്യൂ കഴിഞ്ഞു, ബാലൻസ് 70 എണ്ണം നമ്മൾ ആ രീതിയിൽ കാണിച്ചു. ഇനി എന്നാണ് അടുത്ത ദിവസം 22-ാം തീയതിയാണ്. 22-ാം തീയതി എന്ത് സംഭവിക്കുന്നു, നമ്മൾ 240 യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ ചെയ്തത്. അപ്പൊ 240 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. 240 ഇൻറ്റു എത്ര വരുന്നു, 190 രൂപ വരുന്നു. ദെൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 45,600 വരും. നേരെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മുകളിലുള്ള സ്റ്റോക്കുകൾ താഴേക്ക് എടുത്തെഴുതണം. എത്ര ഉണ്ട്, മുകളിൽ 3 ഉണ്ട്. ആ 3 നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് എന്നതിന് ശേഷം പുതിയ സ്റ്റോക്ക് ആക്കിയിട്ട് ആരെ കാണിക്കുന്നു, 240 യൂണിറ്റിനെ കാണിക്കുന്നു. അതിന് തൊട്ട് താഴെ എഴുതുന്നു. അപ്പൊ ഇപ്പോ നമുക്ക് 22-ാം തീയതി എത്ര സ്റ്റോക്ക് വന്നു, 4 സ്റ്റോക്കുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ദെൻ 23-ാം തീയതിയിലേക്ക് വരുമ്പോൾ 23-ാം തീയതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 23-ന് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറയും. ഇഷ്യൂ ചെയ്യാൻ പറയുന്ന എത്ര യൂണിറ്റ് ആണ്, 300 യൂണിറ്റ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് 300 യൂണിറ്റ് കൊടുക്കണമല്ലോ. അപ്പൊ ആദ്യം നമ്മളെ കയ്യിൽ എത്ര യൂണിറ്റ് ഉള്ളത്, 70 യൂണിറ്റ് ആണുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ഇനിയും അവർക്ക് 230 യൂണിറ്റ് വേണം. അപ്പൊ തൊട്ട് താഴെ എത്ര യൂണിറ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ, 200 യൂണിറ്റ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇപ്പൊ നമുക്ക് എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റി, 270 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അവർ ചോദിച്ചിരിക്കുന്നത് എത്ര യൂണിറ്റ് ആണ്, 300 യൂണിറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്ന 15 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് അവർ ചോദിച്ച യൂണിറ്റ് ഇനിയും 15 യൂണിറ്റ് ഉണ്ട്. ആ 15 യൂണിറ്റ് നമ്മൾ എത്രയിൽ നിന്ന് കൊടുക്കുന്നു, 230 യൂണിറ്റിൽ നിന്ന് എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു, 15 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. എത്ര രൂപ എന്ന് പറഞ്ഞത് 190 ആണല്ലോ. 190 വെച്ചിട്ട് കൊടുക്കുന്നു. അപ്പൊ എത്ര വരും, 2,850 രൂപ വരും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെയാണ്, 70 യൂണിറ്റ് പോയി, അവർ 0 ആയി. 200 യൂണിറ്റ് അവിടെ 0 ആയി. 15 യൂണിറ്റ് നമ്മൾ 0 ആക്കി. ദെൻ 240-ൽ നിന്ന് എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 15 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 240-ൽ നിന്ന് 15 പോയാൽ ബാലൻസ് എത്ര വരുന്നു, 225 യൂണിറ്റ്. എത്ര രൂപ, 190 രൂപ. ദെൻ എമൗണ്ട് ആയിട്ട് എത്ര വരും, 42,750. ഈ എമൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം, ശരിയാണോ എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോ ഇതാണ് 20 സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. ഇനി ആസ് യൂഷ്വൽ എത്രാം തീയതിയാണ്, 24-ാം തീയതി പുതിയ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാണിക്കണം എന്ന് പറഞ്ഞു, 320 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. എത്ര രൂപയാണ്, 190 രൂപ. 190 രൂപ എമൗണ്ട് എത്ര വരുന്നു, 60,800 വരുന്നു. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്നുള്ള ആദ്യത്തെ സ്റ്റോക്കിനെ തൊട്ട് താഴേക്ക് എന്ത് ചെയ്യുന്നു എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടു ഈ സ്റ്റോക്കിനെ എന്ത് ചെയ്യുന്നു, ആ രീതിയിൽ കാണിക്കുന്നു. അപ്പൊ ഇപ്പൊ 24-ാം തീയതി നമുക്ക് 2 സ്റ്റോക്ക് വന്നു. ഏതൊക്കെയാണ്, 225-ന്റെ ഒരു സ്റ്റോക്കും വന്നിട്ടുണ്ട്. ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതും വരുന്നു, ഒരു 320-ന്റെ 24-ാം തീയതി സ്റ്റോക്ക് വരും. ഇനി 25-ാം തീയതി വീണ്ടും പർച്ചേസ് അടക്കുന്നു. ഇത് വീണ്ടും പർച്ചേസ് അടക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ആദ്യം ഇതിവിടെ കാണിക്കുന്നു, 200 യൂണിറ്റ് റെസിപ്റ്റ് കോളത്തിൽ കാണിക്കുന്നു. എന്നതിന് ശേഷം എത്രയാണ് എമൗണ്ട്, 170 രൂപയാണ് എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും, 34,000 കിട്ടുന്നു. ഇവിടെ ലാസ്റ്റ് കോളത്തിലേക്ക് പോകുമ്പോൾ, ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ തൊട്ട് മുന്നത്തെ 2 എടുത്തെഴുതുന്നു. എടുത്തെഴുതിയതിന് ശേഷം ദെൻ പുതിയ സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നു, അതിനെ തൊട്ട് താഴെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ 25-ാം തീയതി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര യൂണിറ്റ് വന്നു, 3 സ്റ്റോക്ക് കാണിച്ചു. ഇനി 26-ാം തീയതിയാണ്. 26-ാം തീയതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതാണ്, 26-ാം തീയതിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴ്ത്തുന്നു, കാരണം 26-ാം തീയതിയിലേക്ക് വരുമ്പോൾ 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ സ്റ്റോക്ക് നോക്കുക, എത്രയുണ്ട്, 25 യൂണിറ്റ് ഉണ്ട്. സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാം. എമൗണ്ട് എത്ര വരുന്നു, 190 രൂപ വരുന്നു. ദെൻ 115 into 190 എന്ന് പറയുമ്പോൾ 21,850 രൂപ വരുന്നുണ്ടാവും. സോ ബാലൻസ് എത്ര വരും,
225 നിന്ന് 115 പോയി കഴിഞ്ഞാൽ ബാക്കി 110 യൂണിറ്റ് 190 എത്ര വരും? 20,900 വരുന്നു. സോറി, 20,900 വരും. പിന്നെ ആസ് യൂഷ്വൽ 2 സ്റ്റോക്ക് ബാലൻസ് വരുന്ന 2 സ്റ്റോക്ക് എന്ത് ചെയ്യാം, താഴേക്ക് എടുത്ത് എഴുതിയാൽ മാത്രം മതി. സോ ആ രീതിയിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതാണ് നിങ്ങൾ ഇതുവരെ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ നോക്കുക, 27-ാം തീയതി റിട്ടേൺ ടു വെൻഡർ. വെൻഡർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നു. മീൻസ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് വന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്യൂ എന്നാണ് 24-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്ത 320 യൂണിറ്റ് ഉണ്ട് അല്ലെ? ഇവിടെ 320 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. ആ 24-ാം തീയതി 50 യൂണിറ്റ് എന്തോ കാരണങ്ങൾ കൊണ്ട് എന്താണ് പ്രശ്നമാണ്. അപ്പൊ പ്രശ്നമാണെങ്കിൽ മീൻസ് ഡിഫക്റ്റീവ് ആണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുക പറഞ്ഞാൽ സ്റ്റോറിലേക്കല്ല, നമ്മൾ നേരെ എവിടേക്കാ പോകുന്നത്? പുറത്ത് നമുക്ക് തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അത് നേരെ നമ്മൾ കാണിക്കേണ്ടത് ഇഷ്യൂ കോളത്തിലാണ്. അപ്പൊ അത് എങ്ങനെ കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതൊരു ഇമ്പോർട്ടൻറ്റ് വൺ. എന്നാണ് നമ്മൾ കാണിക്കുന്നത്? 27-ാം തീയതി നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ നോക്കേണ്ടത്. 50 യൂണിറ്റ് ആണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. പക്ഷേ 50 യൂണിറ്റ് 24-ാം തീയതി പർച്ചേസ് ചെയ്ത യൂണിറ്റ് 320 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 320 നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ എന്റെ കേഴ്സർ നിൽക്കുന്നോട്ട് 320 കാണുന്നുണ്ട്. ഇവിടെ 190 അതിന്റെ എമൗണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റിൽ ഫസ്റ്റ് ഔട്ട് ആയാലും ലാസ്റ്റിൽ ഫസ്റ്റ് ഔട്ട് ആയാലും നിങ്ങൾ ആ ഡേറ്റ്, പറയപ്പെട്ട ഡേറ്റിൽ നിന്ന് ഉള്ള എമൗണ്ട് ആണ്, അതിൽ നിന്നാണ് ആ സ്റ്റോക്കിൽ നിന്നാണ് കുറയേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ബാലൻസ് കോളത്തിലേക്ക് എഴുതും. ഈ 300 ഫസ്റ്റത്തെ സ്റ്റോക്കിന്റെ ബാലൻസ് അതേ രീതിയിൽ തന്നെ കാണിക്കാം. ഓക്കെ, ക്ലിയർ? ഇനി 320 കണ്ടോ? ആ 320-ൽ നിന്ന് 50 യൂണിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? അതിൽ 270 ഉണ്ടാവുള്ളൂ. സോ 190 രൂപ എത്ര വരുന്ന എമൗണ്ട്? 51,300. ലാസ്റ്റത്തെ സ്റ്റോക്ക് അതേപോലെ തന്നെ കാണിക്കുക, അതിനൊരു മാറ്റം ഇല്ലല്ലോ. സോ അത് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു? വീണ്ടും ക്ലിക്ക് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ നമ്മളോട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 24-ാം തീയതി ജൂൺ എന്ന് വ്യക്തമായി പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. അന്നത്തെ ഡേറ്റിന്റെ വാല്യൂ അന്ന് 320 യൂണിറ്റ് ആണ്, 190 രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ആ എമൗണ്ട് അതിൽ നിന്നാണ് നമ്മൾ റിട്ടേൺ, അത് ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടപ്പോൾ അത് റിട്ടേൺ കൊടുക്കുകയാണ്. അങ്ങനെ റിട്ടേൺ കൊടുക്കുമ്പോൾ ആ എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. പ്ലസ് ആ സ്റ്റോക്കിൽ എന്ത് ചെയ്യണം? കുറവ് സംഭവിക്കണം. അവിടെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഫസ്റ്റിന് ഫസ്റ്റ് ഔട്ട് എന്ന് ചിന്തിക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന്റെ എമൗണ്ട് ആയിരിക്കണം, ആ ഡേറ്റിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക. 20-ാം തീയതി എന്ത് സംഭവിക്കുന്നു? സ്റ്റോക്ക് വാല്യൂ ചെയ്തു. സ്റ്റോക്കോട് ഷോയുടെ ഷോർട്ടേജ് ഓഫ് 10 യൂണിറ്റ് ഉണ്ടാവും. 10 യൂണിറ്റിന്റെ കുറവ് സംഭവിച്ചു. അപ്പൊ ആ കുറവ് സംഭവിച്ചാൽ, കുറവാണെങ്കിൽ അത് ഇഷ്യൂ കോളത്തിലും, സർപ്ലസ് ആണെങ്കിൽ ഇത് റെസിപ്റ്റ് കോളത്തിലാണ് കാണിക്കുക. ഇവിടെ ഷോർട്ടേജ് ആണ്. ഷോർട്ടേജ് കാണിക്കുമ്പോൾ 10 യൂണിറ്റ് നമ്മൾ എവിടെ കാണിക്കുക? ഇഷ്യൂ കോളത്തിൽ കാണിക്കുക. എന്നത്തെ റേറ്റ് ഇടുക? ഫസ്റ്റ് ഔട്ട് ആകുമ്പോൾ ഫസ്റ്റത്തെ, ദാറ്റ് മീൻസ് 190 രൂപ. ദെൻ എത്ര രൂപ വരുന്നു? 1,900 രൂപ വരുന്നു. ഇനിയോ നമുക്ക് ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ ആ 100 യൂണിറ്റിൽ നിന്ന് 10 യൂണിറ്റ് പോയല്ലോ, 190 രൂപ. ദെൻ 9,000 രൂപ വരുന്നു. ഇവിടെ ബാലൻസ് ബാക്കിയുള്ള 3 സ്റ്റോക്കിന്റെയും ബാലൻസ് നമ്മളെ കയ്യിൽ വരികയും ചെയ്യും. സോ ഇത്രയാണ് ഈ പറയപ്പെട്ട സംഭവത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറയാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റ് പറഞ്ഞു റിട്ടേൺ ടു വെൻഡറോ കാണിക്കുന്നുണ്ടെങ്കിൽ ആ പറയപ്പെട്ട ഡേറ്റിന്റെ സ്റ്റോക്കിലാണ് റിട്ടേൺ നമ്മൾ കാണിക്കുക, അതിൽ നിന്നാണ് കുറവ്. ഇഫക്റ്റീവ് ആണ്, അത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ അന്ന് വന്ന സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കുക. അല്ലാതെ പഴയ സ്റ്റോക്ക് അല്ലല്ലോ ഡിഫക്റ്റീവ് ആവുന്നത്, അന്ന് റൈറ്റ് ടൈമിൽ വന്ന ആ സ്റ്റോക്കാണ് ഡിഫക്റ്റീവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ പറയപ്പെട്ട ദിവസത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാറുള്ളത്. സോ ശ്രദ്ധിക്കാം, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് കാണണം. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ 200 at ₹190. പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുക? വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് 570 യൂണിറ്റ് ആവും കിട്ടും അല്ലെ? 200, 270, 100 പറയുമ്പോൾ 570 കിട്ടും. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു
മുകളിലായിരിക്കും എമൗണ്ട് ഉണ്ടാവും. ഇത്രയാണ് ഫിഫോയിൽ അഡ്ജസ്റ്റ്മെന്റ് പറയാം. ലിഫോയിൽ അഡ്ജസ്റ്റ്മെന്റ് പറയുമ്പോൾ ഇതേ അഡ്ജസ്റ്റ്മെന്റ് തന്നെ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം, പക്ഷെ ചെയ്യുമ്പോഴുള്ള കോളം എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ മാറ്റം വരുന്നു എന്ന് മാത്രം. മീൻസ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലത് വരട്ടെ.